الرجيم. بسم الله الرحمن الرحيم. وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ വിശ്വാസിനികളെ, പടച്ചനാഥൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരമകാരുണ്യകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഹ്ലാദത്തോടെയും പ്രതീക്ഷയോടും കൂടി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ വേദനകളും പ്രതിസന്ധിയുമില്ലാത്ത അള്ളാഹുവിൻ്റെ അനശ്വരമായ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിശിഷ്ട അതിഥികളെയും വഹിച്ചുകൊണ്ട് ഹജ്ജ് വിമാനങ്ങൾ ആ വിശുദ്ധ നഗരിയിലേക്ക് എത്തുന്ന ഒരു സന്ദർഭമാണിത്. ഏതൊരു മുഅ്മിനിൻ്റെയും ഏതൊരു വിശ്വാസിയുടെയും ഹൃദയത്തിലെ ഒടുങ്ങാത്ത ആഗ്രഹമാണ് 5 നേരം ഞാൻ തിരിഞ്ഞു നമസ്കരിക്കുന്ന ആ കഅബയിലേക്ക്, ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കണമെന്നുള്ളത് ഒരു വിശ്വാസിയുടെ ആഗ്രഹമാണ്. സാമ്പത്തികമായും ആരോഗ്യപരമായും യാത്രാ സൗകര്യങ്ങളുമൊക്കെയുള്ള വിശ്വാസികൾ അതിലേക്ക് തയ്യാറാകുമ്പോഴും വർഷങ്ങൾ കൊണ്ട് തൻ്റെ ചെറിയ സമ്പാദ്യത്തിൽ നിന്ന് നീക്കിവെച്ച് അതിനു വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തി ഹജ്ജിലേക്ക് തയ്യാറാകുന്ന സാധു മനുഷ്യരെയും നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഈ പരിശുദ്ധമായ ഹജ്ജിൻ്റെ ആത്മീയ തലം? ഒരു ബിൽഡിങ്ങിൻ്റെ ചുറ്റും 7 പ്രാവശ്യം തവാഫ് ചെയ്ത്, സഫാ മറുവകൾക്കിടയിൽ 7 പ്രാവശ്യം തവാഫ് ചെയ്ത്, സഈ ചെയ്ത്, മുടി നീക്കം ചെയ്ത്, ഹജ്ജിൻ്റെ അവസരത്തിൽ ദുൽഹിജ്ജ 8 മിനായിൽ താമസിക്കുകയും ദുൽഹിജ്ജ 9 അറഫ എന്ന വിശിഷ്ടമായ ആ ഒരു മൈതാനിയിൽ സമ്മേളിക്കുകയും രാത്രിയിൽ മുസ്ദലിഫയിൽ രാപാർക്കുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ മിനായിൽ ജംറകളിൽ കല്ലെറിയുകയും അവസാനം വിദാഇന്റെ തവാഫോടുകൂടി ഹജ്ജ് വിരമിക്കുന്ന ഒരു 6 ദിവസം വരുന്ന ആ ഹജ്ജ് കർമ്മത്തിൻ്റെ ആത്മീയ തലം എന്താണ്? എന്താണ് അതിൻ്റെ അകക്കാമ്പ്? നമ്മളൊരു ഏതൊരു വസ്തുവിലേക്കും ഏതൊരു കാര്യത്തിലേക്കും നോക്കുമ്പോൾ അതിന് 2 വശങ്ങളുണ്ട്. നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒരു വലിയ ജഡവൃക്ഷം നിൽപ്പുണ്ട്. മനുഷ്യർക്ക് തണലും കുളിരുമായി കൊണ്ട്
വൃക്ഷങ്ങളും ഇലകളും കൊമ്പുകളുമുള്ള ഒരു വലിയ ജഡവൃക്ഷം നമ്മുടെ വീടിന്റെ മുന്നിൽ നിൽപ്പുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ ആ വൃക്ഷത്തിന് കാണാൻ കഴിയാത്ത മറ്റൊരു യാഥാർത്ഥ്യവുമുണ്ട്. ആ വൃക്ഷത്തിന്റെ വേരുകൾ ഭൂമിയുടെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഒരു കാറ്റത്തും മഴയത്തും ആ വൃക്ഷം ഒടിഞ്ഞു പോകാതെ അതിനെ പിടിച്ചു നിർത്തുന്നത് അതിൻ്റെ വേരുകളാണ്. ഏതൊരു കാര്യത്തിനും കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. കാണാൻ കഴിയുന്ന ഈ ദുനിയാവിൽ നാം ജീവിക്കുമ്പോൾ കാണാൻ കഴിയാത്ത മരണാനന്തരമായ ഒരു ലോകം, സ്വർഗവും നരകവും അല്ലാഹുവും മലക്കുകളും നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ നാം നിലകൊള്ളുന്ന നമ്മുടെ ഈ ശരീരം, 70-75 കിലോ ഭാരമുള്ള ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്, ഒരു റൂഹുണ്ട്. ആ റൂഹിന്റെ സംസ്കരണമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആരൊരുവൻ ആ ആത്മാവിനെ സംസ്കരിച്ചുവോ അവൻ വിജയിച്ചു. ആരൊരുവൻ ആ ആത്മാവിനെ മലിനമാക്കിയോ അയാൾ പരാജയപ്പെട്ടു. നമ്മൾ നിലകൊള്ളുന്ന ഈ ശരീരം 80-85 കിലോ ഭാരമുള്ള ഈ ശരീരത്തിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ആത്മാവുണ്ട്. അതുപോലെ ഹജ്ജിലും നമസ്കാരത്തിലും നോമ്പിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനു വേണ്ടി നമ്മളൊക്കെ അല്ലാഹുവിന്റെ മസ്ജിദിലേക്ക് കടന്നു വന്ന് സുന്നത്ത് നമസ്കരിച്ചിട്ട് ജുമാ ഖുത്ബ ശ്രവിക്കുകയും പിന്നീട് നാം നമസ്കരിച്ച് നമ്മുടെ ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. നമ്മൾ നോക്കുമ്പോൾ ചില പ്രവർത്തികളാണ്, കുറച്ച് കാര്യങ്ങൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. ഒരു സത്യവിശ്വാസി വന്ന് ഖുത്ബ ശ്രവിക്കുകയും 2 റക്അത്ത് ജുമുഅ നമസ്കരിക്കുകയും അത് കഴിഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് അവന്റെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നു. വ്യഭിചാര ചിന്തകളിൽ നിന്ന് അവന്റെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നു. തെറ്റായ കാര്യങ്ങളിൽ നിന്ന് അഥവാ അടുത്ത വെള്ളിയാഴ്ച വരെ തെറ്റായ കാര്യങ്ങളിൽ നിന്ന്, ശരീര ഇച്ഛകൾക്ക് കീഴൊതുങ്ങുന്നതിൽ നിന്ന് എൻ്റെ ശരീര ഇച്ഛകളെ ഒതുക്കി നിർത്താനുള്ള ഒരു പക്വത ഈ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം നിർവഹിക്കുന്ന 2 റക്അത്ത് നമസ്കാരത്തിലും ആ ഖുത്ബയിലൂടെയും ലോകത്തുള്ള വിശ്വാസികൾക്ക് ലഭിക്കുന്നുണ്ട്. നമസ്കാരം നമ്മൾ കാണുന്നതിനപ്പുറം മറ്റൊരു തലമുണ്ട്. അതുപോലെ പരിശുദ്ധ റമളാനിന്റെ നോമ്പിൽ നോക്കുമ്പോൾ പ്രഭാതത്തിൽ ഒരു വിശ്വാസി നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വ്യഭിചാര ചിന്താഗതികളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അയാൾ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. ഒരു നോമ്പുകാരനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷെ ആ നോമ്പുകാരന് ഒരു ആത്മീയ തലമുണ്ട്. എന്താണ് ആത്മീയ തലം? ആ നോമ്പുകാരൻ നോമ്പനുഷ്ഠിക്കുമ്പോഴും ഹറാമുകളിൽ നിന്ന്, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് എന്നെ എൻ്റെ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള വല്ലാത്തൊരു ഉത്ഭയവും സൂക്ഷ്മതയും തഖ്വയും അയാളിൽ ഉണ്ടാകുന്നുണ്ട്. എന്താണ് നോമ്പിന്റെ പിന്നിലുള്ള ആത്മീയ തലം? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവുക. അതുപോലെ ഹജ്ജിന്റെ അവസരത്തിൽ ഒരു ബിൽഡിങ്ങിന് പിന്നിൽ 7 പ്രാവശ്യം തവാഫ് ചെയ്യുകയും സഫാ മർവകൾക്കിടയിൽ സഈ ചെയ്യുകയും ഹജ്ജിന്റെ കർമ്മങ്ങളുമൊക്കെ ചെയ്യുമ്പോഴും ഇതിന്റെ പിന്നിൽ ആത്മീയമായ തലം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് മനസ്സിലാകുന്നത്, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്, ഖുതുബയുടെ ആമുഖമായി ഞാൻ നിങ്ങളോട് ഓതി വെച്ച വചനം, വതസവ്വദു, നിങ്ങൾ ഹജ്ജിന് വേണ്ടുന്നുള്ള യാത്രാവിഭവങ്ങൾ ഒരുക്കണം. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിങ്ങൾ ഒരുക്കുന്ന യാത്രാവിഭവങ്ങൾ ഉണ്ടല്ലോ,
ഒരു ഹാജി ഹജ്ജിലേക്ക് പോകുമ്പോൾ അവൻ്റെ പാസ്പോർട്ടും അവൻ്റെ യാത്രാ ലഗേജുകളും അവൻ്റെ മെഡിസിനും അവന് വേണ്ടുന്നതൊക്കെ അവൻ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. നീ ഒരുമിച്ച് കൂട്ടുന്ന നിന്റെ ലഗേജുകളുണ്ടല്ലോ, ആ ലഗേജിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തഖ്വയാണ്, ദൈവബോധമാണ്. 6 ലക്ഷം രൂപ ഹജ്ജ് മുടക്കിയിട്ട് വെറുതെ ഒരു ടൂറിസ്റ്റ് പോയി മടങ്ങി വരുന്നത് പോലെയല്ല. എൻ്റെ ജീവിതം മുച്ചോടം മാറുകയാണ്, ഞാനൊരു പുതിയ മനുഷ്യനാവുകയാണ്. ഒരു വിശ്വാസി ഹജ്ജിലൂടെ അവന് നൽകുന്ന ഒന്നാമത്തെ ബോധനം, ഈ ലോകത്ത് നിന്ന് ഞാൻ യാത്ര പോകേണ്ടവനാണ്, ഈ ലോകത്ത് നിന്ന് ഞാൻ വിടവാങ്ങേണ്ടവനാണ് എന്ന ഒരു ആത്മീയ തലവും ഹജ്ജിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വിശ്വാസിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഹജ്ജിലേക്ക് വിശ്വാസി കുളിച്ച് ഇഹ്റാമിന്റെ വസ്ത്രങ്ങൾ ധരിച്ച് ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് നിയ്യത്ത് ചെയ്ത് ഹജ്ജിലേക്ക് തിരിയുമ്പോൾ ലോകത്തെ 30 ലക്ഷം വരുന്ന ഹജ്ജാജിമാരും അവരെത്ര വലിയ സമ്പന്നരാണെങ്കിലും, അവരെത്ര വലിയ ശതകോടീശ്വരന്മാരാണെങ്കിലും, രാജ്യത്തിന്റെ പ്രസിഡന്റും ഭരണാധികാരിയുമാണെങ്കിലും അവരുടെ ആഡംബര വസ്ത്രങ്ങളെല്ലാം അവിടെ അഴിച്ചു വെച്ച് വിനയത്തിന്റെ സൗമ്യതയുടെ 2 കഷണം തുണിയിലാണ് അവർ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നത്. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. എത്ര വലിയ സമ്പന്നനായ മനുഷ്യനാണെങ്കിലും, എത്ര വലിയ കോടീശ്വരനാണെങ്കിലും, അയാളുടെ അധികാരത്തിന്റെ കിരീടമെല്ലാം അവിടെ താഴ്ത്തിവെച്ചുകൊണ്ട്, അഥവാ അഹങ്കാരവും അഹന്തയുമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വിനയത്തിന്റെയും സൗമ്യതയുടെയും പ്രതീകമായ ആ 2 വസ്ത്രമാണ് ഒരു മേൽമുണ്ടും അതുപോലെ തന്നെ ഉടുക്കാൻ ഒരു മുണ്ടും ഒരു മേൽമുണ്ടും ധരിച്ചുകൊണ്ടാണ് ഒരു ളുയൂഫുർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഒരു വിശിഷ്ട അതിഥി, 30 ലക്ഷത്തോളം വരുന്ന ഹജ്ജാജിമാർ ആ കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുന്നത്. കുളിച്ച് വസ്ത്രം ധരിച്ച് ആ 2 വസ്ത്രം ധരിക്കുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത്, ഞാൻ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുമ്പോഴും, ഇപ്പോൾ ഞാൻ ഹജ്ജിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ സ്വയം കുളിക്കുകയും ഞാൻ സ്വയം വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നു. എന്നാൽ എനിക്ക് മറ്റൊരു യാത്രയുണ്ട്. ആ യാത്രയിൽ എൻ്റെ ആത്മാവ് വേർപെടുമ്പോൾ എന്നെ മറ്റുള്ളവർ കുളിപ്പിക്കുകയും ഇതുപോലെ 2 കഷണം തുണിയിലാണ് എന്നെ പൊതിഞ്ഞുകൊണ്ട് മറമാടുന്നത് എന്ന ഒരു വലിയൊരു സന്ദേശമാണ്, അഥവാ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ഒരു ഹജ്ജാജി ആദ്യമായ വസ്ത്രം ധരിക്കുമ്പോൾ അയാളിൽ ഉണ്ടാകുന്ന ചിന്ത, അതിൻ്റെ മറ്റൊരു തലം ആത്മീയ തലമാണ്. പ്രിയമുള്ളവരെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ഹജ്ജാജി യാത്രയ്ക്ക് വേണ്ടുന്ന വിഭവങ്ങൾ ഒരുമിച്ച് കൂട്ടും, അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുമിച്ച് കൂട്ടും. എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വതസവ്വദു, നിങ്ങൾ എന്ത് ചെയ്യണം? ഹജ്ജിന് വേണ്ടിയിട്ടുള്ള യാത്രാവിഭവങ്ങൾ തയ്യാറാക്കണം. ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, നിങ്ങൾ തയ്യാറാക്കുന്ന വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനം തഖ്വയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വത്തഖൂനി യാ ഊലിൽ അൽബാബ്, ഓ ബുദ്ധിമാന്മാരെ, ബുദ്ധിയുള്ള മനുഷ്യരെ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവുക. അഥവാ ഹജ്ജിന്റെ ആത്മീയ തലത്തിൽ ഒന്നാമത്തത് തഖ്വയാണ്, ദൈവബോധമാണ്. ഇന്നലെ വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തെറ്റായ രീതികളും തെറ്റായ അവലംബങ്ങളും എല്ലാം മാറ്റിവെച്ച് ഒരു പുതിയ മനുഷ്യനായി ഞാൻ ഹജ്ജിലേക്ക് പുറപ്പെടുമ്പോ, എൻ്റെ വസ്ത്രങ്ങൾ പുതപ്പിക്കുമ്പോ ഞാൻ ചിന്തിക്കേണ്ടത്, ഇതുപോലൊരു അന്ത്യയാത്രയ്ക്ക് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കുടുംബാംഗങ്ങളും ഇതുപോലെ എന്നെ പുതപ്പിക്കുമെന്നൊരു ചിന്താഗതിയാണ് ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടത്. നാം ചിന്തിച്ചു നോക്കുക. ഹജ്ജിലേക്കൊരു വിശ്വാസി പോകുമ്പോ അവൻ്റെ കുടുംബാംഗങ്ങളോടും അവൻ്റെ സുഹൃത്തുക്കളോടും എല്ലാം യാത്ര ചോദിച്ചുകൊണ്ട്, ആരോടെങ്കിലും എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ പിണക്കങ്ങളൊക്കെ മാറ്റിവെച്ച്, കടബാധ്യതകളുണ്ടെങ്കിൽ കടബാധ്യതകൾ തീർത്തുകൊണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റായ ജീവിത രീതികൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ്
ഒരു മുഅ്മിനായ മനുഷ്യൻ ഹജ്ജിലേക്ക് തയ്യാറാകുന്നത്. 1999 തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഹജ്ജാജി ഹജ്ജിലേക്ക് പോയി. അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു വലിയ ബാങ്കിലെ മാനേജരായിരുന്നു, ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഹജ്ജിലേക്ക് തിരിക്കുമ്പോ അദ്ദേഹം രാജിവെച്ചുകൊണ്ട് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന ഹജ്ജ് എന്ന ഈ കർമ്മത്തോടുകൂടി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്തൊക്കെ തെറ്റെന്ന് പറഞ്ഞോ, അരുതേ എന്ന് പറഞ്ഞോ, അതിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ഹജ്ജിലേക്ക് പോകാൻ വേണ്ടി രാജിക്കത്ത് കൊടുത്തപ്പോ റിസർവ് ബാങ്കിന്റെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചു, താങ്കൾക്ക് 3 മക്കളില്ലേ, അവരെങ്ങനെ പോറ്റും, അവരെങ്ങനെ കഴിയുമെന്ന് ചോദിച്ചപ്പോ ആ മുഅ്മിനായ മനുഷ്യൻ പറഞ്ഞത്, ദൈവം ഈ ലോകത്ത് ഏതൊരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ആ മനുഷ്യന് വേണ്ടുന്ന അന്നവും ഉപജീവന മാർഗവും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ രാജി നിങ്ങൾ സ്വീകരിക്കണം. ഹജ്ജ് കഴിഞ്ഞ് അദ്ദേഹം ബിസിനസ് ലോകത്തേക്ക് ഇറങ്ങി. പക്ഷെ അള്ളാഹുവിന്റെ സഹായവും പടച്ചവന്റെ സൗഭാഗ്യവും ആ ഹറാമുകളിൽ നിന്ന് മാറുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹജ്ജ് കഴിഞ്ഞിട്ട് വീണ്ടും നാം തെറ്റായ രീതിയിലേക്ക് പോയാൽ, ഒരു സ്റ്റേഷനറി ബിസിനസ്സുകാരനാണ്, ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ അവന്റെ ബിസിനസ് ഷോപ്പിൽ അയാൾ എന്തു ചെയ്യുന്നു? സിഗരറ്റ് വിൽക്കുന്നു, ലഹരി വിൽക്കുന്നു, തെറ്റായ ജീവിത രീതിയുണ്ട്. ഹജ്ജ് കഴിഞ്ഞിട്ടും മടങ്ങി വന്ന് ഇതേ രീതി അവലംബിക്കുകയാണെങ്കിൽ 6 ലക്ഷം 7 ലക്ഷം രൂപ മുടക്കി അള്ളാഹുവിന്റെ ആ പുണ്യഭൂമിയിൽ പോയി പശ്ചാത്തപിച്ചു മടങ്ങി വന്നിട്ട് എന്തു മാറ്റമാണ് പ്രിയമുള്ളവരെ? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. തീർച്ചയായും അള്ളാഹു ഒരു വ്യക്തിയെയും ഒരു സമൂഹത്തെയും റബ്ബ് എടുത്തു മാറ്റുകയില്ല. ആ വ്യക്തി ആ സമൂഹം മാറാൻ തയ്യാറാകാത്തിടത്തോളം കാലം റബ്ബ് നമ്മെ എടുത്തു മാറ്റുകയില്ല. സ്വയം മാറാനും സ്വയം നന്നാകാനും തയ്യാറാകണം പ്രിയമുള്ളവരെ. ഹജ്ജിലേക്ക് ഒരു ഹജ്ജാജി യാത്ര പോകുമ്പോ എല്ലാവരോടും യാത്ര ചോദിക്കുകയും അയാളുടെ മനസ്സിലുണ്ടാകേണ്ട ഒന്നാമത്തെ ഒരു വലിയൊരു ചിന്തയുണ്ട്, ഞാൻ ഹജ്ജിലേക്ക് പോകുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുന്ന ഒരു യാത്രയുണ്ട്. ആ യാത്രയ്ക്ക് പോകുമ്പോഴും നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കൊരു മരണത്തിന്റെ വാർത്തയെക്കുറിച്ച് അടുത്ത മാസം 15-ാം തീയതി നാം മരണപ്പെട്ടു പോകുമെന്നൊരു അറിയിപ്പ് കിട്ടിയെന്നിരിക്കട്ടെ. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ആ 15-ാം തീയതി വരുന്നതിനു മുമ്പ് ആരോടൊക്കെ ഞാൻ അഹന്തയും അഹങ്കാരവും കാണിച്ചിരുന്നുവോ, സമ്പത്തിന്റെ പേരിൽ ഞാൻ ഗർവ് കാണിച്ചിരുന്നുവോ, എന്തിൻ്റെയൊക്കെ പേരിൽ നാം വലിയ ഉന്നതനായി അഭിനയിച്ച് ജീവിച്ചിരുന്നുവോ, അവരോടെല്ലാം നാം പൊരുത്തം ചോദിക്കും, അവരോടെല്ലാം നാം സൗഹൃദം പങ്കിടും, അവരോടെല്ലാം ഞാൻ സ്നേഹം പങ്കിടും. കാരണം എനിക്ക് തുച്ഛമായ ദിവസങ്ങളെ ഇനിയുള്ളൂ. ആ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റബ്ബിലേക്ക് മടങ്ങേണ്ടവനാണ് എന്ന ഒരു ബോധ്യം അയാൾക്കുണ്ടാകുന്നുണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഒരു ഖബർസ്ഥാനിന്റെ സമീപം അലി റളിയല്ലാഹു അൻഹുവും തന്റെ അനുചരന്മാരും ഒരുമിച്ച് കൂടി. മഹാനായ അലി റളിയല്ലാഹു അൻഹു ആ ഖബറിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട്, യാ അഹ്ലൽ ഖുബൂർ, ഖബർ നിവാസികളെ, നിങ്ങളുടെ വിശേഷം എന്താണ്? നിങ്ങളുടെ അവസ്ഥകൾ എന്തൊക്കെയാണ്? എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ആ ഖബർ നിവാസികളോട് പറയുകയാണ്, നിങ്ങൾക്കറിയുമോ, നിങ്ങൾ മരണപ്പെട്ട് നിങ്ങളുടെ വീടിന്റെ ഉമ്മറത്ത് നിന്ന് നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുവന്ന് ഇവിടെ മറമാടിയതിനു ശേഷം നിങ്ങളുടെ പേരിലുണ്ടായിരുന്ന നിങ്ങളുടെ സമ്പാദ്യങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ പേരിലുണ്ടായിരുന്ന നിങ്ങളുടെ സ്വത്തുവകകളുണ്ടല്ലോ, നിങ്ങൾ നാട്ടിൽ ഓടിച്ചുകൊണ്ട് നടന്ന നിങ്ങളുടെ വാഹനങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ കുടുംബക്കാരുടെ പേരിലേക്ക് മാറ്റപ്പെട്ടു. താങ്കളുടെ ഭാര്യയെ മറ്റൊരു പുരുഷൻ വിവാഹം ചെയ്തു, താങ്കളുടെ ഭർത്താവിനെ മറ്റൊരു സ്ത്രീയിലേക്ക് വിവാഹം ചെയ്തു. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ആ ഖബർ നിവാസിയായ മനുഷ്യന് സംസാരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ ഖബർ നിവാസി തിരിച്ചു നമ്മളോട് പറയും, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. ഞങ്ങൾ പരലോകത്തേക്ക് നീങ്ങി, പക്ഷേ നിങ്ങളുടെ ജീവിതം അവശേഷിക്കുന്നുണ്ട്.
നിങ്ങളുടെ അവശേഷിക്കുന്ന ഈ താൽക്കാലികമായ 50-60 വർഷത്തെ ഈ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുക്കേണ്ടത് തഖ്വയാണ്, ദൈവബോധമാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ്. ഞാൻ എൻ്റെ റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവനാണ്, ആ റബ്ബിന്റെ മുന്നിൽ ഞാൻ വിചാരണ ചെയ്യപ്പെടേണ്ടവനാണ്. അങ്ങനെ ആ ഒരു ചിന്താഗതിയോടുകൂടി എൻ്റെ ധനത്തോടുള്ള വിചാരങ്ങളോടുള്ള അത്യാർത്ഥിയോടുള്ള ഇച്ഛകളിൽ നിന്ന് ഞാനൊരു സൂക്ഷ്മതയിലേക്ക്, ഞാനൊരു തഖ്വയിലേക്ക് മാറണം എന്നാണ് അള്ളാഹുവിൻ്റെ ആ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുന്നത്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ ആ മന്ദിരത്തിലേക്ക് പോകുമ്പോൾ ഒരു ഹജ്ജാജി അയാൾ കുളിച്ച് വസ്ത്രം ധരിച്ച് ഇഹ്റാമിന്റെ വസ്ത്രമെല്ലാം ധരിച്ച് അയാളുടെ നാവിൽ നിന്ന് വരുന്ന തൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. പടച്ച റബ്ബേ, നിനക്കൊരു പങ്കാളികളുമില്ല. റബ്ബേ, ഞങ്ങളുടെ ഹൃദയത്തിൽ രോഗം വരുമ്പോ, ബിസിനസ് തകർന്നു പോകുമ്പോ, സന്തോഷം വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ നീയല്ലാത്ത ഒരു പടപ്പുകളുടെ മുന്നിലും ഞങ്ങളുടെ ഹൃദയം ചായുകയില്ല, ഒരു ദർഗയുടെയും മുന്നിലും ഞങ്ങൾ സുജൂദ് ചെയ്യില്ല. കാരണം അല്ലാഹുവേ, നീയാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, നീയാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവ്. ലബ്ബൈക, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്യുന്നു. ലാ ശരീക ലക്, നിനക്കൊരു പങ്കാളികളുമില്ല. ഇവിടെയാണ് വിശ്വാസികളെ നാം ചിന്തിക്കേണ്ടത്. 6-7 ലക്ഷം രൂപ മുടക്കിയിട്ട് ഇവിടുത്തെ മഖ്ബറകളിൽ നിന്നും ജാറങ്ങളിൽ നിന്നും അഥവാ സൃഷ്ടികളോട് പ്രാർത്ഥന നടത്തിക്കൊണ്ട് ഹജ്ജിലേക്ക് പോകുമ്പോ ആ പ്രവർത്തനം അല്ലാഹു എങ്ങനെയാണ് പ്രിയമുള്ളവരെ സ്വീകരിക്കുന്നത്? എങ്ങനെയാണ് തൗഹീദില്ലാത്ത, അഖീദയില്ലാത്ത അഥവാ വിശ്വാസത്തിന്റെ അകക്കാമ്പാകുന്ന തൗഹീദില്ലാത്ത ഒരു കർമ്മം സ്വീകരിക്കുന്നത്? അതുകൊണ്ടാണ് ഒരു വിശ്വാസി ഹജ്ജിലേക്ക് തിരിക്കുമ്പോ അയാളുടെ നാവ് ചലിക്കുന്നത് ഹൃദയത്തിലൂടെ പറയുന്ന വാക്ക് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം ഞങ്ങൾ നൽകി ഞങ്ങളിതാ നിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. ഏതാണ് പ്രിയമുള്ളവരെ ആ വിളി? 5000 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമും ആ ജനങ്ങളോ മനുഷ്യരോ ഇല്ലാത്ത ആ കൊടും മരുഭൂമിയിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ആദ്യമായി ഒരു ഭവനം നിർമ്മിക്കുകയുണ്ടായി. അങ്ങനെ ആ ഭവനത്തിന്റെ പണിയെല്ലാം കഴിഞ്ഞപ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, ഓ ഇബ്രാഹിം, ഹജ്ജിലേക്ക് ജനങ്ങളെ വിളംബരം ചെയ്യുക, ഹജ്ജിലേക്ക് ജനങ്ങളെ വിളംബരം ചെയ്യുക. യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അവർ എല്ലാ ദൂരെയുള്ള മലമ്പാതകളിൽ നിന്നും മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളിലും, കാരണം നാം ഇന്നൊരു മണിക്കൂറോ 2-3-4 മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ തിരുവനന്തപുരത്തു നിന്ന് ഒരു 6 മണിക്കൂർ കഴിഞ്ഞാൽ ആ വിശുദ്ധമായ ഹറമിലേക്ക് എത്തിച്ചേരും. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് കപ്പലിലും അതുപോലെ കുതിരകളിലുമൊക്കെ യാത്ര പോകുന്ന മനുഷ്യർ അവർ 1-2 വർഷക്കാലം ഹജ്ജിലേക്ക് വേണ്ടി വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും സഹിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞത്, ഇബ്രാഹിം, താങ്കൾ ഹജ്ജിലേക്ക് ജനങ്ങളെ വിളംബരം ചെയ്യുക. അവര് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളിലും അതുപോലെ മലമ്പാതകളിൽ നിന്ന് അവർ അള്ളാഹുവിന്റെ ഈ ഭവനത്തെ ലക്ഷ്യമാക്കി അവർ ഈ ഹജ്ജിലേക്ക് വരുന്നതാണ്. അതുകൊണ്ട് താങ്കൾ ഹജ്ജിലേക്ക് വിളംബരം ചെയ്യുക. ആ 4000 വർഷങ്ങൾക്കപ്പുറം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ച ആ വിളിയുടെ ഉത്തരമെന്നോണം നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് അള്ളാഹുവിന്റെ വയൂഫുർ റഹ്മാൻ, ആ പടച്ച റബ്ബിന്റെ വിശിഷ്ടാതിഥികൾ
അള്ളാഹുവിന്റെ ആ വിശുദ്ധമായ മന്ദിരത്തിലേക്ക് നീങ്ങുന്ന ഒരു സന്ദർഭമാണ്. ഇത്തരം ഒരു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഒരു വിശ്വാസി ഹജ്ജിലേക്ക് തിരിക്കുമ്പോ അവന്റെ ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ട മറ്റൊരു ചിന്ത, ഇതുപോലെ ഒരു ക്ഷണം എനിക്കുണ്ടാകും. ഈ ലോകത്ത് ഞാൻ ജീവിക്കുമ്പോ അപ്രതീക്ഷിതമായിട്ടായിരിക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ മരണത്തിലേക്ക് ക്ഷണിക്കുന്നത്. അഥവാ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമായ പരലോകത്തേക്ക് ക്ഷണിക്കുന്നത്. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, ഇവിടെ നാം ആലോചിക്കേണ്ടത്, അപ്രതീക്ഷിതമായ ഓരോ മനുഷ്യരും അള്ളാഹുവിലേക്ക് മരണപ്പെട്ടു പോകുമ്പോ നാം നമ്മോട് ചോദിക്കേണ്ടത്, ഞാനെന്ന് മരണപ്പെട്ടു പോയാൽ എന്റെ മീസാൻ എന്ന തുലാസിൽ കനം തൂങ്ങുന്ന ഇഖ്ലാസുള്ള എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ എന്റെ കൈവശമുണ്ടോ? ഞാൻ ചെയ്ത ദാനധർമ്മം മറ്റു മനുഷ്യരെ കാണിക്കുവാൻ വേണ്ടി, മറ്റു മനുഷ്യരുടെ കയ്യടി കിട്ടുവാൻ വേണ്ടിയിട്ടാണോ ഞാൻ ചെയ്തത്? എൻ്റെ നമസ്കാരം, എൻ്റെ ഇബാദത്ത് ശിർക്കില്ലാതെ യഥാർത്ഥ വിശ്വാസത്തോടുകൂടി, ഞാൻ ആത്മാർത്ഥതയോടുകൂടി ഞാനൊരു 4 റക്അത്ത് ളുഹർ നമസ്കരിക്കുമ്പോൾ അതിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയോടും ശ്രദ്ധയോടും കൂടി എൻ്റെ ഈ നമസ്കാരം മീസാൻ എന്ന തുലാസിൽ വെക്കുമ്പോൾ അത് ഖനമുള്ളതാകുമോ എന്നൊരു ചിന്ത ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലുണ്ടാകണം. ഒരു വിശ്വാസി ഹജ്ജിനെ സ്വീകരിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ച 4000 വർഷങ്ങൾക്കപ്പുറം റബ്ബ് സുബ്ഹാനഹു വ തആല വിളിച്ച ഹജ്ജിലേക്ക് തിരിക്കുമ്പോ ഒരു മുഅ്മിനിൽ ഉണ്ടാകേണ്ട മറ്റൊരു ചിന്താഗതിയാണ്, ഈ ലോകത്ത് നിന്ന് ഞാൻ വിടവാങ്ങാൻ വേണ്ടി പോകുമ്പോ എൻ്റെ റബ്ബിനെ വിളിക്കുമ്പോ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഹേ സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമസ്ഥനായ മനുഷ്യ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ, നീ നിന്റെ നാഥനിലേക്ക് മക്കളും കുടുംബവും ഒക്കെ ആയിട്ട് കുറച്ചു കാലം നീ ഇവിടെ ജീവിച്ചു. ഒരു കാലഘട്ടത്തിന്റെ ഭാഗമായിട്ട് നീ ഇവിടെ ജീവിച്ചു. ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ, നീ നിന്റെ നാഥനിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തിപ്പെടപ്പെട്ടുകൊണ്ടും കച്ചവടം ചെയ്തത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയോടുകൂടിയായിരുന്നു. ഒരു ഓട്ടോറിക്ഷ ഓടിയതും ബില്ലില് 45 രൂപയാണ് കാണിച്ചത്. 50 രൂപ തന്നപ്പോഴും ആ 5 രൂപ തിരിച്ചു കൊടുത്തത് നാളെ പരലോകത്തിന്റെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്, റബ്ബിന്റെ മുന്നിൽ ഞാൻ കുറ്റക്കാരനാകരുത്. അങ്ങനെയുള്ള വ്യക്തികളെയാണ്, അങ്ങനെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച മനുഷ്യരെയാണ് ഓഫീസിലേക്ക് ഒരു സഹോദരൻ കടന്നു വരുമ്പോ കൈക്കൂലിയും അയാൾക്ക് വേണ്ടുന്നതൊക്കെ നൽകുമ്പോഴും അരുതേ, ഞാനത് സ്വീകരിക്കുകയില്ല, നിങ്ങൾ സത്യസന്ധമാണെങ്കിൽ ഞാൻ ഒപ്പുവെച്ച് സീൽ ചെയ്തു തരും. സത്യസന്ധമായി കാര്യങ്ങൾ സ്വീകരിച്ച മനുഷ്യനെയാണ് അള്ളാഹു പറഞ്ഞത്, റാളിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി, എൻ്റെ ദാസന്മാരുടെ കൂടെ അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് പരലോകം ചിന്തിച്ച് ജീവിച്ച ആ വിശ്വാസികളുടെ കൂടെ താങ്കൾ പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നതി, എൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അനശ്വരമായ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മഖ്ബൂലും മബ്റൂറുമായ ഒരു ഹജ്ജ് നിർവഹിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്, ആ വ്യക്തിക്ക് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു, ഒരു നവജാത ശിശുവിന്റെ വിശുദ്ധിയോടുകൂടിയാണ് ആ ഹജ്ജ് കഴിഞ്ഞ ആ മനുഷ്യൻ മടങ്ങി വരുന്നത്. അൽ ഹജ്ജുൽ മബ്റൂർ, സ്വീകാര്യമായ ഹജ്ജുണ്ടല്ലോ, ലാ ജസാഅ ലഹു ഇല്ലൽ ജന്ന, അതിന് പകരം വയ്ക്കാൻ സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജിന് പോകുന്ന ഹജ്ജാജിമാർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് എല്ലാവിധമായ പ്രതിസന്ധികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നുമൊക്കെ ആ അതിഥികളെ സംരക്ഷിക്കുവാനും നമ്മുടെ സ്ഥലത്തിന്, നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പ്രതിനിധികളായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രതിനിധികളായ അള്ളാഹുവിൻ്റെ മന്ദിരത്തെ ലക്ഷ്യം വെച്ച് പോകുന്ന ആ ഹജ്ജാജിമാരുടെ എല്ലാ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും അള്ളാഹു അവരിൽ നിന്നും നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ.